ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരോമൽ. ഇന്ന് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് സെപ്റ്റംബർ 24 കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡി കോഡായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 25 ക്വസ്റ്റ്യനാണ് ഞാൻ ഇന്നിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, നമ്മൾ എന്തിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാകും. പക്ഷേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനിലും നമുക്ക് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത വരുന്ന എക്സാംസിന് തീർച്ചയായിട്ടും ഒരു 5-6 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കണ്ടിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്യുക. കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് റെഫർ ചെയ്ത് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ RCC റീറ്റെയിനിങ് വാൾ എക്സ്ട്രാ ബാർസ് പ്രൊവൈഡഡ് ടു സാറ്റിസ്ഫൈ ദ ബിയറിംഗ് പ്രഷർ ആർ നോൺ ആസ്. ഓപ്ഷൻ എ ടോർഷൻ ബാർ, ഓപ്ഷൻ ബി ഡബൽ ബാർ, ഓപ്ഷൻ സി ആങ്കർ ബാർ, ഓപ്ഷൻ ഡി മെയിൻ ബാസ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡബൽ ബാർ ആണ്. ഡബൽ ബാർ ആണ് നമ്മൾ റീറ്റെയിനിങ് വാളിൽ ബിയറിംഗ് പ്രഷർ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഡബൽ ബാർ എന്ന്. ഓക്കെ. Second question, the minimum elongation percentage on standard gauge of mild steel is option A 32%, option B 25%, option C 20%, option D 23%. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 23% ആണ്. മിനിമം എലോങ്ങേഷൻ എന്ന് പറയുന്നത് 23% ആണ്. ഈ ടേബിളിൽ കൊടുത്തേക്കുന്നത് ഓരോ സ്റ്റീലിൻ്റെയും ഓരോ ഗ്രേഡ് അനുസരിച്ചുള്ള സ്റ്റീലിൻ്റെയും എലോങ്ങേഷൻ ആണ്. ആദ്യം കൊടുത്തേക്കുന്നത് മൈൽഡ് സ്റ്റീലാണ് 23, അതിനനുസരിച്ച് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ മെമ്പർ ഓഫ് എ ട്രസ് വിച്ച് ഈസ് അണ്ടർ കംപ്രസീവ് ഫോഴ്സ് ഈസ് നോൺ ആസ്. കംപ്രഷൻ അനുഭവപ്പെടുന്ന മെമ്പർ, ഒരു ട്രസ്സിലെ മെമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടൈ, ഓപ്ഷൻ ബി കോളാർ, ഓപ്ഷൻ സി സ്ട്രട്ട്, ഓപ്ഷൻ ഡി ബീം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്ട്രട്ടാണ്. ഒരു ട്രസ്സിൽ സ്ട്രട്ടാണ് കംപ്രഷൻ മെമ്പർ. ടൈയും കോളാറും ബീമും എല്ലാം ടെൻഷൻ മെമ്പർ ആയിരിക്കും. ഈ ഫിഗർ കാണുമ്പോൾ അതിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഡി മാർക്ക് ചെയ്തേക്കുന്ന ഇൻക്ലൈൻഡ് ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനെയും നമുക്ക് സ്ട്രട്ട് എന്ന് പറയാം. ഈ സ്ട്രട്ടാണ് കംപ്രഷൻ മെമ്പർ, ബാക്കി എല്ലാം ടെൻഷൻ മെമ്പറാന്ന് ഓർത്ത് വെച്ചോ. ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ കണ്ടു പരിചയമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് ബോൾട്ട് ഹോൾ ടു നിയറസ്റ്റ് എഡ്ജ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ത്രോട്ട് തിക്നെസ്, ഓപ്ഷൻ ബി എഡ്ജ് ഡിസ്റ്റൻസ്, ഓപ്ഷൻ സി ത്രോട്ട് ഡിസ്റ്റൻസ്, ഓപ്ഷൻ ഡി പിച്ച് ഡിസ്റ്റൻസ്. സെൻറ്റർ ഓഫ് ബോൾട്ട് ഹോളും എഡ്ജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് എഡ്ജ് ഡിസ്റ്റൻസ് ആണ്. ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എഡ്ജ് ഡിസ്റ്റൻസ് എന്നും. പിച്ച് എന്ന് പറയുന്നത് സെൻറ്റർ ടു സെൻറ്റർ ഓഫ് എ ബോൾട്ട് ഹോള്, അത് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ പറയുന്ന പിച്ച് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എഡ്ജ് ഡിസ്റ്റൻസും എൻഡ് ഡിസ്റ്റൻസും എല്ലാം നിങ്ങൾക്ക് ഫിഗറിൽ മനസ്സിലാവും. ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത് വെൽഡിൻ്റെ കേസിലാണ് നിങ്ങൾ വരുന്നത്. വെൽഡിൻ്റെ ആ ഒരു തിക്നെസ്, ആ കോർണറിൽ നിന്നും വെൽഡിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ത്രോട്ട് തിക്നെസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മിനിമം പിച്ച് ഓഫ് ബോൾട്ട് ഷാൽ നോട്ട് ബി ലെസ് ദാൻ. ഓപ്ഷൻ എ 1.7D, ഓപ്ഷൻ ബി 1.5D, ഓപ്ഷൻ സി 2.5D, ഓപ്ഷൻ ഡി 2.7D. ആൻസർ എന്ന് പറയുന്നത് 2.5D ആയിരിക്കും. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ എൽ ക്യാരീസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് W പെർ യൂണിറ്റ് ലെങ്ത്. ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ മിഡ് പോയിന്റ് വിൽ ബി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നിന്ന് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനോ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് WL²/8 ആണ്. ഇത് എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്നാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ ഷിയർ സ്ട്രെസ് ഇൻ എ സർക്കുലർ ഷാഫ്റ്റ് ഓഫ് റേഡിയസ് ആർ സബ്ജക്റ്റഡ് ടു ടോർഷൻ ഈസ് മാക്സിമം അറ്റ് എ പോയിന്റ്. ഒരു സർക്കുലർ ഷാഫ്റ്റിൽ നമ്മൾ ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഷിയർ സ്ട്രെസ് മാക്സിമം എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അറ്റ് ദ സെൻറ്റർ ഓഫ് ഷാഫ്റ്റ്, ഓപ്ഷൻ ബി അറ്റ് എ ഡിസ്റ്റൻസ് r/2 ഫ്രം സെൻറ്റർ ഓഫ് ഷാഫ്റ്റ്, ഓപ്ഷൻ സി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് r/π ഫ്രം ദ സെൻറ്റർ ഓഫ് ഷാഫ്റ്റ്, ഓപ്ഷൻ ഡി അറ്റ് ദ സർഫസ് ഓഫ് ഷാഫ്റ്റ്. ആൻസർ എന്ന് പറയുന്നത് അറ്റ് ദ സർഫസ് ഓഫ് ഷാഫ്റ്റ് ആണ്. അതായത് സർഫസിലായിരിക്കും മാക്സിമം ഷിയർ സ്ട്രെസ്, സെൻറ്ററിൽ 0 ആയിരിക്കും, ഓർത്ത് വെച്ചേക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മോഡുലസ് ഓഫ് സെക്ഷൻ Z ഓഫ് ഹോളോ സർക്കുലർ സെക്ഷൻ വിത്ത് എക്സ്റ്റേണൽ ഡയമീറ്റർ D ആൻഡ് ഇന്റേണൽ ഡയമീറ്റർ d വിൽ ബി. ഓപ്ഷൻ എ π/32D × d²
ഓപ്ഷൻ എല്ലാം സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി π/32 d ഇൻറ്റു ക്യാപിറ്റൽ ഡി റേസ് ടു 4 മൈനസ് സ്മോൾ ഡി റേസ് ടു 4 ആണ്. ഓക്കെ, ഇത് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഞാൻ ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സർക്കുലർ കോളം ഓഫ് ഡയമീറ്റർ ഡി അണ്ടർ എനി ലോഡ് വിൽ ഹാവ് കംപ്രസീവ് സ്ട്രെസ് ത്രൂ ഔട്ട് ദ സെക്ഷൻ ഓഫ് ലോഡ് ആക്ട് വിത്തിൻ ദ കോൺസെൻട്രിക് സർക്കിൾ നോൺ ആസ് കോർ ഓഫ് ഡയമീറ്റർ. ആ കോറിന്റെ ഡയമീറ്റർ എന്താണ് കോർ ഓർ കേൺ എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൻ ഏരിയ ഓർ വിച്ച് ഫോഴ്സ് ക്യാൻ ആക്ട് സച്ച് ദാറ്റ് നോ ടെൻഷൻ ഈസ് ഡെവലപ്ഡ്. ടെൻഷൻ ഡെവലപ്പ് ചെയ്യാത്ത ആ ഒരു ഏരിയയാണ് നമ്മൾ കേൺ അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത്. ആ കേണിന്റെ ഷേപ്പ് നമുക്ക് റെക്റ്റാങ്കുലർ ആയിട്ട് കിട്ടാം, അല്ലെങ്കിൽ സർക്കുലർ ആയിട്ട് കിട്ടാം. ഓരോ ഷേപ്പിനനുസരിച്ചും അതിൻ്റെ ഡയമീറ്ററും വിഡ്ത്തും വേരി ചെയ്യും. ഈ ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ സെക്ഷന് d/6ഉം സർക്കുലർ സെക്ഷന് d/8ഉം ആണ്. ആ ഡയമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഡബിൾ ആയിരിക്കും. റെക്റ്റാങ്കുലർ സെക്ഷൻ അപ്പോൾ d/3ഉം സർക്കുലർ സെക്ഷന് d/4ഉം ആയിരിക്കും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് d/4 ആണ്. നമുക്ക് ചോദിച്ചേക്കുന്നത് സർക്കുലർ സെക്ഷൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് ഫോർ എ കോളം ഓഫ് ലെങ്ത് L വിത്ത് ബോത്ത് എൻഡ് ഫിക്സ്ഡ്. യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, π² EI/L². അതിൽ L എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ആണ്. എൻഡ് കണ്ടീഷനെ അനുസരിച്ച് ആ L മാറിക്കൊണ്ടിരിക്കും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ഈ കേസിൽ ചോദിച്ചിരിക്കുന്ന ബോത്ത് എൻഡ് ഫിക്സഡ് ആണ്. അപ്പോൾ L എന്ന് പറയുന്നത് L/2 ആയിരിക്കും. ആ π² EI/L² Lന് L/2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4π² EI/L² ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ടു ഡിറ്റർമിൻ ദ വെലോസിറ്റി അറ്റ് റിക്വയർഡ് പോയിന്റ് ഇൻ ദ ഫ്ലോയിങ് സ്ട്രീം. ഓപ്ഷൻ എ വെഞ്ചുരി മീറ്റർ, ഓപ്ഷൻ ബി ഓറിഫൈസ് മീറ്റർ, ഓപ്ഷൻ സി പിറ്റോ ട്യൂബ്, ഓപ്ഷൻ ഡി വിസ്കോസിറ്റി മീറ്റർ. PSCയുടെ ഒരു ക്വസ്റ്റ്യനിൽ സ്ഥിരമായി കണ്ടുവരുന്നൊരു ചോദ്യമാണ് ഈ പറയുന്ന വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ്. പിറ്റോ ട്യൂബ് ആണ് ആൻസർ. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് പിറ്റോ ട്യൂബ്. വെഞ്ചുരി മീറ്ററും ഓറിഫൈസ് മീറ്ററും നമ്മൾ ഡിസ്ചാർജ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എ വെലോസിറ്റി അറ്റ് വിച്ച് ദ ഫ്ലോ ചേഞ്ചസ് ഫ്രം ലാമിനാർ ടു ടർബുലന്റ് ഫ്ലോ. ലാമിനാർ ഫ്ലോയിൽ നിന്നും ടർബുലന്റ് ഫ്ലോയിലോട്ട് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു വെലോസിറ്റിയെ എന്താണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇൻലെറ്റ് വെലോസിറ്റി, ഓപ്ഷൻ ബി വെലോസിറ്റി ഓഫ് ഫ്ലോ, ഓപ്ഷൻ സി ക്രിട്ടിക്കൽ വെലോസിറ്റി, ഓപ്ഷൻ ഡി യൂണിഫോം വെലോസിറ്റി. ആൻസർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വെലോസിറ്റിയാണ്. ക്രിട്ടിക്കൽ വെലോസിറ്റിയിലാണ് ഫ്ലോ ലാമിനാർ ഫ്ലോയിൽ നിന്നും ടർബുലന്റ് ഫ്ലോയിലോട്ട് ചേഞ്ച് ചെയ്യുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എ ടാങ്ക് ഈസ് ഓൾസോ പ്രൊവൈഡഡ് ജസ്റ്റ് ഓൺ ദ അപ്സ്ട്രീം ഓഫ് ദ പവർ ടു കൺട്രോൾ ദ പ്രഷർ വേരിയേഷൻ ആൻഡ് എലിമിനേറ്റ് ദ എഫക്റ്റ് ഓഫ് വാട്ടർ ഹാമർ. വാട്ടർ ഹാമർ എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ആ അപ്സ്ട്രീമിൽ ഉണ്ടാകുന്ന പ്രഷർ എലിമിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാങ്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സർജ് ടാങ്ക്, ഓപ്ഷൻ ബി ഫ്ലഷിംഗ് ടാങ്ക്, ഓപ്ഷൻ സി ഓവർഹെഡ് ടാങ്ക്, ഓപ്ഷൻ ഡി ഒറിഫൈസ് ടാങ്ക്. ആൻസർ എന്ന് പറയുന്നത് സർജ് ടാങ്ക് ആണ്. ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്സ്ട്രീം സൈഡിൽ കൊടുക്കുന്ന, അതായത് വാട്ടർ ഹാമർ എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് സർജ് ടാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു ഗ്രാവിറ്റി ഫോഴ്സ്. ഇനേർഷ്യ ഫോഴ്സ് ടു ഗ്രാവിറ്റി ഫോഴ്സിന്റെ ആ റേഷ്യോ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫ്രൂട്ട്സ് നമ്പർ, ഓപ്ഷൻ ബി റെനോൾഡ്സ് നമ്പർ, ഓപ്ഷൻ സി മാക്സ് നമ്പർ, ഓപ്ഷൻ ഡി ഓയിലേഴ്സ് നമ്പർ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് നമ്പർ ആണ്. ഫ്രൂട്ട്സ് നമ്പർ ആണ് റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു ഗ്രാവിറ്റി ഫോഴ്സ്. റെനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ഇനേർഷ്യ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ് ആണ് റേഷ്യോ. മാക് നമ്പർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ബൈ ഇലാസ്റ്റിക് ഫോഴ്സും ഓയിലേഴ്സ് നമ്പർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ബൈ പ്രഷർ ഫോഴ്സും ആയിരിക്കും. ഓർത്ത് വെച്ചേക്കുക. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോൾ ഓഫ് മോയ്സ്ചർ ഫ്രം അറ്റ്മോസ്ഫിയർ ടു എർത്ത് സർഫസ് ഇൻ എനി ഫോം. അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ എർത്ത് സർഫസിൽ ഏതൊരു ഫോമിൽ എത്തുന്നതിനെ ആ ഒരു പ്രോസസ്സിനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ട്രാൻസ്പിരേഷൻ, ഓപ്ഷൻ ബി റൺ ഓഫ്, ഓപ്ഷൻ സി പെർക്കുലേഷൻ, ഓപ്ഷൻ ഡി പ്രസിപ്പിറ്റേഷൻ. ആൻസർ എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷൻ ആണ്. പ്രസിപ്പിറ്റേഷൻ ആണ് ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ എർത്ത് സർഫസിൽ എത്തുന്ന ആ ഒരു പ്രോസസ്സിനെ പ്രസിപ്പിറ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ എമൗണ്ട് ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ റിവർ ചാനൽ വിത്തൗട്ട് എനി ആർട്ടിഫിഷ്യൽ സ്റ്റോറേജ് ഈസ് നോൺ ആസ്. വിത്തൗട്ട് എനി ആർട്ടിഫിഷ്യൽ സ്റ്റോറേജ്, അതായത് മറ്റ് ആർട്ടിഫിഷ്യൽ സ്റ്റോറേജ് ഒന്നും ഇല്ലാതെ ഒരു റിവറിൽ നാച്ചുറലായിട്ട് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു വാട്ടറിനെ എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡാം, ഓപ്ഷൻ ബി ഡൈവേർഷൻ ഡാം, ഓപ്ഷൻ സി വാലി സ്റ്റോറേജ്, ഓപ്ഷൻ ഡി ഡെഡ് സ്റ്റോറേജ്.
ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി വാലി സ്റ്റോറേജ്. വാലി സ്റ്റോറേജിനെയാണ് റിവറിൽ ആർട്ടിഫിഷ്യൽ സ്റ്റോറേജ് ഇല്ലാതെ നാച്ചുറലായിട്ട് കാണുന്ന ആ സ്റ്റോറേജിനെയാണ് വാലി സ്റ്റോറേജ് എന്ന് പറയുന്നത്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ ഏരിയ ഓഫ് ലാൻഡ് വിച്ച് ഡ്രെയിൻ ഇൻ ടു ദ സ്ട്രീം ഓഫ് റിസർവോയർ ഈസ് കോൾഡ്. റിസർവോയറിൽ നിന്നുള്ള സ്ട്രീം യൂസ് ചെയ്തിട്ട് ലാൻഡ് ഡ്രെയിൻ ചെയ്യുന്ന ആ ലാൻഡ് ഏരിയയെ എന്താണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കൾട്ടിവേറ്റഡ് ഏരിയ, ഓപ്ഷൻ ബി കമാൻഡഡ് ഏരിയ, ഓപ്ഷൻ സി റിസർവോയർ ഏരിയ, ഓപ്ഷൻ ഡി ക്യാച്ച്മെന്റ് ഏരിയ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ക്യാച്ച്മെന്റ് ഏരിയ ആണ്. ക്യാച്ച്മെന്റ് ഏരിയ ആണ് നമ്മൾ ഈ പറയുന്ന റിസർവോയറിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് സ്ട്രീം യൂസ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്യുന്ന ഏരിയയാണ് ക്യാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കനാൽ നോർമലി യൂസ്ഡ് ഫോർ ഡൈവേർഷൻ ഓഫ് ഫ്ലഡ് വാട്ടർ ഓഫ് റിവർ. റിവറിൽ നിന്നുള്ള ഫ്ലഡ് വാട്ടർ ഡൈവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കനാലിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കോണ്ടൂർ കനാൽ, ഓപ്ഷൻ ബി റിഡ്ജ് കനാൽ, ഓപ്ഷൻ സി പെരിനിയൽ കനാൽ, ഓപ്ഷൻ ഡി ഇനൻഡേഷൻ കനാൽ. ഇറിഗേഷന്റെ ക്ലാസ്സിൽ ഞാൻ വ്യക്തമായിട്ട് ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനൻഡേഷൻ കനാലാണ് നമ്മൾ ഫ്ലഡ് വാട്ടർ ഡൈവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കനാലിന് പറയുന്നത്. പെരിനിയൽ കനാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദ ഇയർ വെള്ളം പാസ് ചെയ്യുന്ന കനാലാണ് പെരിനിയൽ കനാൽ. റിഡ്ജ് കനാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിഡ്ജ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന കനാലാണ് റിഡ്ജ് കനാൽ. കോണ്ടൂർ കനാൽ എന്ന് വെച്ചാൽ സെയിം ആണ്, കോണ്ടൂർ ലൈനിൽ കൂടെ പോകുന്ന കനാലാണ് കോണ്ടൂർ കനാൽ. 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ലോപ്പ് ഓഫ് ലൈൻ ജോയിനിങ് ക്രൗൺ ആൻഡ് എഡ്ജ് ഓഫ് സർഫസ്. ക്രൗണും റോഡിന്റെ എഡ്ജും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു സ്ലോപ്പ് ഓഫ് ലൈനിനെ എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കെയിംബർ, ഓപ്ഷൻ ബി സൂപ്പർ എലിവേഷൻ, ഓപ്ഷൻ സി ഗ്രേഡിയന്റ്, ഓപ്ഷൻ ഡി കാരേജ് വേ. ആൻസർ എന്ന് പറയുന്നത് കെയിംബർ. കെയിംബറിനെയാണ് ആ പറയുന്ന സ്ലോപ്പ് ഓഫ് ലൈൻ ജോയിനിങ് ക്രൗൺ ആൻഡ് എഡ്ജ് ഓഫ് സർഫസ് എന്ന് പറയുന്നത്. സൂപ്പർ എലിവേഷൻ എന്താണെന്ന് അറിയാം. ആ ഒരു ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനെക്കാട്ടിയും പൊക്കി കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന സൂപ്പർ എലിവേഷൻ. ഗ്രേഡിയന്റ് എന്താണെന്ന് അറിയാം. ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിലുള്ള സ്ലോപ്പാണ് ഗ്രേഡിയന്റ്. കാരേജ് വേ എന്ന് പറയുന്നത് ഒരു റോഡിന്റെ വെഹിക്കിൾ പാസ് ചെയ്യുന്ന ആ ഒരു വിഡ്ത്ത് അല്ലെങ്കിൽ ആ ഒരു പോർഷനാണ് കാരേജ് വേ എന്ന് പറയുന്നത്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ സൊല്യൂഷൻ ഓഫ് ബിറ്റുമിൻ, അസ്ഫാൾട്ട് ഓർ കോൾ ടാർ ഇൻ സോൾവെന്റ് ഈസ് കോൾഡ്. ബിറ്റുമിനും അസ്ഫാൾട്ടും കോൾ ടാറും ഉള്ള ആ ഒരു സൊല്യൂഷനെ എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എമൽഷൻ, ഓപ്ഷൻ ബി കട്ട് ബാക്സ്, ഓപ്ഷൻ സി ബിറ്റുമിൻ മെക്കഡം, ഓപ്ഷൻ ഡി ഷീറ്റ് അസ്ഫാൾട്ട്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കട്ട് ബാക്ക് എന്നാണ് പറയുന്നത്. അതായത് സൊല്യൂഷൻ ഓഫ് ബിറ്റുമിൻ, അസ്ഫാൾട്ട് ഓർ കോൾ ടാർ ഇൻ സോൾവെന്റ് ഈസ് കോൾഡ് കട്ട് ബാക്സ്. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റേഷൻ വിച്ച് ആർ മെന്റ് ഓൺലി ഫോർ കൺട്രോൾ ഓഫ് ട്രാക്ക് ഈസ് കോൾഡ്. സ്റ്റേഷൻ ട്രാക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സ്റ്റേഷൻ എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടെർമിനൽസ്, ഓപ്ഷൻ ബി ഫ്ലാഗ് സ്റ്റേഷൻ, ഓപ്ഷൻ സി ജംഗ്ഷൻ, ഓപ്ഷൻ ഡി ക്യാബിൻ സ്റ്റേഷൻ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഫ്ലാഗ് സ്റ്റേഷൻ ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ പേവ്ഡ് സർഫസ് യൂസ്ഡ് ഫോർ ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ് ഓഫ് എയർക്രാഫ്റ്റ് ഈസ് നോൺ ആസ്. ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേവ്ഡ് സർഫസിനെ എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റോളിംഗ്, ഓപ്ഷൻ ബി ടാക്സി വേ, ഓപ്ഷൻ സി ഏപ്രൺ, ഓപ്ഷൻ ഡി റൺവേ. റൺവേ ആണ് നമ്മൾ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും വേണ്ടി യൂസ് ചെയ്യുന്ന പേവ്ഡ് സർഫസ്. 23ാമത്തെ ക്വസ്റ്റ്യൻ അപ്സ്ട്രീം നോസ് ഓഫ് എ ബ്രിഡ്ജ് പിയർ ഷേപ്ഡ് ഫോർ ഈസി ആൻഡ് സ്മൂത്ത് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ഈസ് കോൾഡ്. ഓപ്ഷൻ എ ഈസി വാട്ടർ, ഓപ്ഷൻ ബി ക്ലിയറൻസ് വാട്ടർ, ഓപ്ഷൻ സി കട്ട് വാട്ടർ, ഓപ്ഷൻ ഡി ഫ്രീ വാട്ടർ. സെയിം ടോപ്പിക് തന്നെ ഞാൻ ഇറിഗേഷനിലെ ലാസ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് കട്ട് വാട്ടർ ആണ് ആൻസർ. അപ്സ്ട്രീം സൈഡിലെ പോർഷനാണ് കട്ട് വാട്ടറും ഡൗൺ സ്ട്രീം സൈഡിലുള്ള പോർഷനാണ് ഈസ് വാട്ടറും. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ സപ്പോർട്ട്സ് പ്രൊവൈഡഡ് ടു സൂപ്പർ സ്ട്രക്ചർ ഓഫ് ദ ബ്രിഡ്ജ് അറ്റ് ദ അബട്ട്മെന്റ്സ് ആൻഡ് ദ പിയേഴ്സ് അലോയിങ് ഫ്രീ ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ ആംഗുലാർ മൂവ്മെന്റ് ടു ദ മെയിൻ ഗേർഡർ ഓർ ട്രസ് ഓഫ് ബ്രിഡ്ജ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ റെയിലിംഗ്, ഓപ്ഷൻ ബി ഫ്രീ ബോർഡ്, ഓപ്ഷൻ സി ക്ലിയറൻസ്, ഓപ്ഷൻ ഡി ബിയറിംഗ്. ആൻസർ എന്ന് പറയുന്നത് ബിയറിംഗ് ആണ്. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എ ബ്രിഡ്ജ് ഹാവിംഗ് മാക്സിമം സ്പാൻ ഓഫ് 6 മീറ്റർ ഈസ് കോൾഡ്. മാക്സിമം സ്പാൻ 6 മീറ്ററിലുള്ള ബ്രിഡ്ജിനെ എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മൈനർ ബ്രിഡ്ജ്, ഓപ്ഷൻ ബി മേജർ ബ്രിഡ്ജ്, ഓപ്ഷൻ സി കൾവാർട്ട്, ഓപ്ഷൻ ഡി സ്ട്രെയിറ്റ് ബ്രിഡ്ജ്. കൾവാർട്ടിനാണ് മാക്സിമം സ്പാൻ 6 മീറ്റർ, അതായത് 6 മീറ്റർ വരെയുള്ള ബ്രിഡ്ജിനെ നമ്മൾ കൾവാർട്ട് എന്നാണ് പറയുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക്
അറിയാൻ സാധിക്കും. കൂടാതെ ആ ബെൽ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു ആൻഡ് സീ യു അഗെയിൻ.